Newton's backward difference formula. ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പ്രോബ്ലം എഴുതുന്നു. ഫൈൻഡ് ദി cubic polynomial which takes the values y of 1 equal to 24, y of 3 equal to 120, y of 5 equal to 336, y of 7 equal to 720. Hence or otherwise find y8. ഇവിടെ നമുക്കുള്ളത് ഒരു പോളിനോമിയൽ എന്നുള്ള കാര്യം നമുക്കറിയാം, പക്ഷെ പോളിനോമിയൽ നമുക്കറിയില്ല. കറസ്പോണ്ടിങ് ആയിട്ട് എന്താ തന്നിട്ടുള്ളത്? എക്സിന്റെ കുറച്ച് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ വൈക്ക് എന്തൊക്കെ വാല്യൂ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം മാത്രമേ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ, തന്നിട്ടുള്ളൂ. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞ സമയത്ത് ആ പോളിനോമിയൽ അല്ലെങ്കിൽ വൈയുടെ വാല്യൂ എന്താണെന്നാണ് നമ്മൾ എന്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പൊ ആദ്യം നമുക്ക് തന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ടാബുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് എന്തൊക്കെ ഇട്ടിരിക്കണേ? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ രൂപത്തിലാണ് കിടക്കണം എന്നുള്ള വിശ്വാസത്തില് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് കോളം ഉണ്ടെന്ന് വിചാരിക്കുന്നു. എക്സിന്റെ ആദ്യത്തെ വാല്യൂ എന്താ തന്നിരിക്കുന്നത്? y ഓഫ് 1 ഈക്വൽ ടു 24 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ 1 ഉം വൈയുടെ വാല്യൂ എന്താണ്, 24. അടുത്ത എന്താ തന്നിരിക്കുന്നത്? വൈയുടെ വാല്യൂ 3, എക്സിന്റെ വാല്യൂ 3, വൈയുടെ വാല്യൂ 120. അടുത്തത് എക്സിന്റെ വാല്യൂ 5, വൈയുടെ വാല്യൂ 336. അടുത്തത് എക്സിന്റെ വാല്യൂ 7, വൈയുടെ വാല്യൂ 720. അപ്പൊ ഇത്രയും ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചെയ്യുന്ന പരിപാടി എന്താണ്? ഇതിന്റെ ഡിഫറൻസ് ടേബിൾ എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യലാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഡിഫറൻസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യൂ. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഡെൽറ്റ വൈ എന്ന് പറയുന്ന ഭാഗം എഴുതണം. അപ്പൊ ഡെൽറ്റ വൈ ഒക്കെ എഴുതിയിട്ട് ഫില്ല് ചെയ്യൂ. അപ്പൊ ഇവിടെ 96 കിട്ടും, ഇവിടെ 216 കിട്ടും, ഇവിടെ 384. ഇങ്ങനെ കിട്ടുന്നത് 120 മൈനസ് 24 സമം 96, 326 മൈനസ് 120 സമം 126, 720 മൈനസ് 336 സമം 384. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഡെൽറ്റ വൈ എന്ന് പറയുന്ന ആളെ കിട്ടി. അത് കഴിഞ്ഞ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഡെൽറ്റ സ്ക്വയർ വൈനെ നമ്മൾ കാണണം. അപ്പൊ എന്ത് ചെയ്യും? 216 മൈനസ് 96. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 120. 384 മൈനസ് 216. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 168. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇവിടെ രണ്ട് വാല്യൂ വന്നുകൊണ്ട് ഇനി അടുത്ത് ഡെൽറ്റ ക്യൂബ് വൈ നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ 168 മൈനസ് 120 സമം 48. അപ്പൊ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? നമ്മുടെ ടേബിള് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇവിടെ നമ്മുടെ ഇതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? y ഓഫ് 8 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താണ്? 8 ഉള്ളപ്പോൾ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 8ന്റെ പൊസിഷൻ എവിടെയാണ് കിടക്കുന്നത്? ഏറ്റവും താഴെ കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് ഉപയോഗിക്കണം? ന്യൂട്ടൺ ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്ത് കിട്ടി? തീരുമാനമായി. അപ്പൊ അത് തീരുമാനമായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ബാക്ക്വേർഡ് ഫോർമുല നമ്മൾ അങ്ങ് എഴുതി വെക്കണം. എന്തായിരുന്നു ബാക്ക്വേർഡ് ഫോർമുല? yx ഈക്വൽ ടു yn പ്ലസ് പി ഇൻറ്റു del yn plus p into p plus 1 divided by 2 factorial del square yn plus p into
p plus 1 into p plus 2 divided by 3 factorial into del cube yn plus etc. പക്ഷെ എനിക്കിവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എന്താ പറ്റിയെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഡെൽറ്റ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അവിടെ എന്താ നമുക്ക് എഴുതണ്ടായിരുന്നത്? ബാക്ക്വേർഡ് ടേബിൾ വരുന്ന സമയത്ത് അത് ഡെൽ എന്നാണ് വരണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ റെപ്രസെന്റേഷൻ കൊടുക്കാറ്. മനസ്സിലാവുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. കിട്ടിയോ? അപ്പൊ ഇനി നമുക്ക് എന്താ ആവശ്യമുള്ളത്? പി എന്ന് പറയുന്ന ആൾ ആരാണെന്ന് അറിയണം. പിയുടെ ഫോർമുല എന്താ? എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എച്ച് എന്നാണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പൊ എന്തൊക്കെയാണ്? എക്സ് എന്ന് പറയുന്ന ആളാരാ? 8. എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്? എക്സിന്റെ ഫസ്റ്റത്തെ വാല്യൂ എന്താണ്? 1. എച്ച് എത്ര കിട്ടിയിരിക്കുന്നത്? 3 minus 1 2 ആണ്. സോറി 2 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 5 minus 3 2, 7 minus 5 2. അപ്പൊ എച്ച് എന്താണ്? 2 ആണ്. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ് എന്ന് പറയുന്ന ആള്. അപ്പൊ എത്രയാണ്? 7/2 ആണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ കിട്ടിയ വാല്യൂസ് ഒക്കെ കൂടിയിട്ട് എന്ത് ചെയ്യാം? ആ ഇക്വേഷനകത്ത് കൊണ്ടുപോയി ഇടുക. ഇപ്പൊ y of 8 is equal to yn. yn എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് കിട്ടാൻ പോകുന്നത്? 720 പ്ലസ് p ഇൻറ്റു p ഇപ്പൊ എത്ര കിട്ടിയിരിക്കും നമുക്ക്? 7/2 ഇൻറ്റു ഡെൽ y7, അതായത് എത്രയാണ്? 384 പ്ലസ് 7/2 അല്ലേ. അടുത്തെന്താ? p ഇൻറ്റു p പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 2 തന്നെ ഇൻറ്റു 168 പ്ലസ് p ഇൻറ്റു p പ്ലസ് 1 ഇൻറ്റു p പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു ഡെൽറ്റ ക്യൂബ് y എന്ന് പറയുമ്പോൾ 48. എത്ര കിട്ടുക? ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോബ്ലം അവസാനിപ്പിക്കാം. Find the sum Sn equal to 1 cube plus 2 cube plus etc. plus n cube using Newton's forward difference formula ഇതിനകത്ത് എന്താ തന്നിരിക്കണേ? Sn is equal to 1 cube plus 2 cube plus 3 cube plus etc. plus n cube. ഇതാണ് നമ്മൾ തന്ന കാര്യം. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവർ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾക്ക് എന്ത് ചെയ്താം? ന്യൂട്ടന്റെ ഫോർവേഡ് ഫോർമുല എന്താന്നുള്ള കാര്യം ഒന്ന് എഴുതി വെച്ചേക്കാം. ഒന്ന് എഴുതും. എന്തത്? y of x equal to y0 plus p into delta y0 p into p minus 1 by 2 factorial delta square y0 p into p minus 1 into p minus 2 divided by 3 factorial into delta cube y0 plus etc. ഏത് പ്രോബ്ലം കിട്ടിയാലും ഫോർമുല എഴുതി വെച്ചേക്കാം. ഫോർമുലയ്ക്ക് മാർക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? y0 എന്താണെന്ന് അറിയണം, ഡെൽറ്റ y0 എന്താണെന്ന് അറിയണം, ഡെൽറ്റ സ്ക്വയർ y0, ഡെൽറ്റ ക്യൂബ് y0, അങ്ങനെ എക്സെട്ര ഉള്ള ആൾക്കാർ എന്താന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയണം. അപ്പൊ അതറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്കൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ള വകുപ്പുണ്ടാവും ഇല്ല. അപ്പൊ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും എന്താണ്? Sn കൊണ്ടാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് S1 എന്ന് പറയുന്ന ആളെ നമുക്ക് എന്ത് ചെയ്യണം?
അല്ലെങ്കിൽ y0 എന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നോക്കാം. അപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള പരിപാടികൾ തുടങ്ങാം. അപ്പൊ Sn എന്താണ്? 1³ പ്ലസ് 2³ പ്ലസ് എക്സെട്ര പ്ലസ് n³ ആണ്. ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ Sn എന്ന് പറയുന്ന ആൾ എന്തായിരിക്കും? ഡിഫറൻസ് ബിറ്റ്വീൻ Sn പ്ലസ് 1 ആൻഡ് Sn. അപ്പൊ നമുക്കൊരു ടേം എന്ത് വരേണ്ടി വരും? ഇതിപ്പോ നോട്ടന്മാർ നമ്മൾ Sn നൊട്ടേഷൻ കൊടുത്തു, അത്രമാത്രമല്ലേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ Sn പ്ലസ് 1 മൈനസ് Sn എന്ന് പറഞ്ഞ ടേം കിട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഡെൽറ്റ Sn എന്ന് പറഞ്ഞാൽ കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? Sn പ്ലസ് 1 എന്ന് പറഞ്ഞ ടേമിനെ എഴുതുന്നു. അപ്പൊ എന്താ കിട്ടുക? 1³ പ്ലസ് 2³ പ്ലസ് എക്സെട്ര പ്ലസ് n³ പ്ലസ് n പ്ലസ് 1³ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ Sn എന്ന് പറഞ്ഞാൽ എന്താണ്? Sn പ്ലസ് 1 മൈനസ് Sn ആണ്. അതേന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1³ പ്ലസ് 2³ പ്ലസ് എക്സെട്ര പ്ലസ് n³ പ്ലസ് n പ്ലസ് 1³ ഇപ്പൊ എന്ത് എഴുതി? Sn പ്ലസ് 1 ആയി. മൈനസ് എന്ത് കൊടുക്കണം? Sn 1³ പ്ലസ് 2³ പ്ലസ് എക്സെട്ര പ്ലസ് n³. ഇപ്പൊ ബാക്കി എന്ത് കിട്ടും? n പ്ലസ് 1 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ശരിയല്ലേ? അതെ. അപ്പൊ ഡെൽറ്റ എന്ന് പറഞ്ഞൊരു ടേം നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത ആവശ്യം രണ്ടാമത്തെ കോളം എന്താ? ആദ്യം എന്ത് കിട്ടി? Sന്റെ കോളം കിട്ടി. പിന്നെന്ത് കിട്ടി? ഡെൽറ്റ Sന്റെ കോളം കിട്ടി. അപ്പൊ അടുത്തിന് എന്താ വേണ്ടി വരിക? ഡെൽറ്റ സ്ക്വയർ ആണ് ആവശ്യമുള്ളത്. അപ്പൊ ഡെൽറ്റ സ്ക്വയർ Sn എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ Sn പ്ലസ് 1 മൈനസ് ഡെൽറ്റ Sn ആണ്. അപ്പൊ ഡെൽറ്റ Sn പ്ലസ് 1 എന്ന് പറഞ്ഞപ്പോ എന്താണ്? ഡെൽറ്റ Sn എന്താ കിട്ടിയിരിക്കുന്നത്? n പ്ലസ് 1 ഹോൾ ക്യൂബ്. അപ്പൊ അതില് n കാണുന്നത് എന്ത് ഇട്ട് കൊടുത്താൽ മതി? n പ്ലസ് 1 ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോ n പ്ലസ് 1 പ്ലസ് 1 ഹോൾ ക്യൂബ്. ഇപ്പൊ എന്തായി? ഡെൽറ്റ Sn പ്ലസ് 1 ആയി. മൈനസ് എന്താ കിടക്കുന്നത്? ഡെൽറ്റ Sn. ഡെൽറ്റ Sn എന്ന് പറഞ്ഞപ്പോ എന്താണ്? n പ്ലസ് 1 ഹോൾ ക്യൂബ്. ദാറ്റ് ഈസ് ഈക്വൽ ടു n പ്ലസ് 2 ഹോൾ ക്യൂബ് മൈനസ് n പ്ലസ് 1 ഹോൾ ക്യൂബ്, വിച്ച് ഈസ് ഈക്വൽ ടു n പ്ലസ് 2 ഹോൾ ക്യൂബ് എന്താന്നുള്ള കാര്യം നോക്കാം. അപ്പൊ എന്തൊക്കെ കിട്ടുക? n³ പ്ലസ് 2³ പ്ലസ് 3n സ്ക്വയർ ഇൻറ്റു 2 ടു ദ പവർ 1 പ്ലസ് 3n ടു ദ പവർ 1 2 ടു ദ പവർ 2. ബാക്കി n³ പ്ലസ് 1³ പ്ലസ് 3n സ്ക്വയർ 1 ടു ദ പവർ 1 പ്ലസ് 3n 1 ടു ദ പവർ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? n³ പ്ലസ് 8 6n സ്ക്വയർ 12n മൈനസ് n³ മൈനസ് 1, ഈ മൈനസ് ഉള്ളിൽ കൂടി കൊടുക്കുന്നുണ്ട്, 3n സ്ക്വയർ മൈനസ് 3n. ശരിയല്ലേ? ഇതിൽ കട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ആരെങ്കിലും ഉണ്ടാ? ഇവിടെ ഒരു n³ കിടക്കുന്നുണ്ട്, ഇവിടെ n³ കട്ട് ചെയ്ത് കളഞ്ഞു. ഇത്രയല്ലേ മെയിനായിട്ട് കട്ട് ചെയ്യാമല്ലോ. ഇവിടെ 6n സ്ക്വയർ ഉണ്ട്, ഇവിടെ 3n സ്ക്വയർ. അപ്പൊ ബാക്കി എന്ത് വരും? 3n സ്ക്വയർ. ഇവിടെ 12n ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പൊ എന്ത് വരും? പ്ലസ് 9n. ഇവിടെ 8 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ബാക്കി 7. ഇതാണ് ആരെ കിട്ടിയിരിക്കുന്നത്? ഡെൽറ്റ സ്ക്വയർ Sn എന്ന് പറയുന്ന ആളെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തപ്പോ നമുക്ക് എന്ത് വേണ്ടി വരും? ഡെൽറ്റ ക്യൂബ് കാണണം. ഇപ്പോൾ ഡെൽറ്റ ക്യൂബ് Sn എന്ന് പറയുമ്പോൾ ഡെൽറ്റ സ്ക്വയർ Sn പ്ലസ് 1 മൈനസ് ഡെൽറ്റ സ്ക്വയർ Sn. അപ്പൊ അതിനകത്തേക്ക് എങ്ങനെ സംഭവിക്കുക? ഡെൽറ്റ സ്ക്വയർ Sn പ്ലസ് 1 ആണ്. ഇതിനകത്തൊക്കെ എന്ത് കൊടുക്കണം? n ആണിടത്തൊക്കെ എന്ത് കൊടുക്കണം? n പ്ലസ് 1 കൊടുക്കണം. ദാറ്റ് ഈസ് 3 ഇൻറ്റു n പ്ലസ് 1 സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു n പ്ലസ് 1 പ്ലസ് 7 മൈനസ് 3n സ്ക്വയർ പ്ലസ് 9n പ്ലസ് 7. അതായത് 3 ഇൻറ്റു n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1
പ്ലസ് 9n പ്ലസ് 9 പ്ലസ് 7 3 ഇതിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ, മൈനസ് 3n സ്ക്വയർ മൈനസ് 9n മൈനസ് 7. That is equal to 3n square plus 6n plus 3 plus 9n plus 9 plus 7 minus 3n square minus 9n minus 7. That is equal to 3n square എന്തായിട്ട് മാറി, കട്ട് ചെയ്ത് പോയി. ഇനി n-ന്റെ ടേം ആണത്. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. അപ്പൊ എത്രയായി, 15 ആയി. അല്ലെങ്കിൽ 9 കട്ടായി പോകും അല്ലെ. അപ്പൊ ബാക്കി എന്തേ ഉള്ളൂ, 6 തന്നെ വന്നുള്ളൂ. ഈ 7 കട്ടായി പോയി. ബാക്കി ഇപ്പോൾ എത്രയുള്ളത്, 9 ഇവിടെയുണ്ട്, 3 ഇവിടെയുണ്ട്. അപ്പൊ എന്ത് കിട്ടി, 12 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ 3n പ്ലസ് 12 കിട്ടി. അപ്പൊ ഇനി അടുത്ത് നമ്മൾ എന്ത് കാണേണ്ടി വരും, ഡെൽറ്റ റേസ് ടു 4 Sn എന്ന് പറഞ്ഞ് കാണേണ്ടി വരും. അപ്പൊ എന്താ കിട്ടുക, ഡെൽറ്റ ക്യൂബ് Sn പ്ലസ് 1 മൈനസ് ഡെൽറ്റ ക്യൂബ് Sn. ഇതിനകത്ത് n ഈക്വൽ ടു n പ്ലസ് 1 കൊടുത്താൽ നമുക്കത് കിട്ടും. അപ്പൊ എന്ത് കിട്ടും, 6 ഇൻറ്റു n പ്ലസ് 1 പ്ലസ് 12 മൈനസ് 6n പ്ലസ് 12. ദാറ്റ് ഈസ് ഈക്വൽ ടു 6n പ്ലസ് 6 പ്ലസ് 12 മൈനസ് 6n മൈനസ് 12. എന്ത് കിട്ടി, 6 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി അപ്പൊ എന്താ സംഭവിക്കുക, ഡെൽറ്റ റേസ് ടു 5 കണ്ടുവെക്കാം. ഡെൽറ്റ റേസ് ടു 5 Sn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ റേസ് ടു 4 Sn മൈനസ് ഡെൽറ്റ റേസ് ടു Sn പ്ലസ് 1 മൈനസ് Sn ആണ്. അപ്പൊ അതിനെന്ത് ചെയ്യേണ്ടത്, n ആണ് എടുത്തൊക്കെ n പ്ലസ് 1 എടുക്കുക. ഇവിടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ, 6 മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ ആളം തന്നെയാണ് 6 മൈനസ് 6 0. അപ്പൊ ഇനി ഡെൽറ്റ റേസ് ടു 6 7 8 എല്ലാവരും കണ്ടാൽ എന്ത് തന്നെയായിരിക്കും, എല്ലാവരും 0 തന്നെ ആയിരിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് എഴുതേക്കാം, 6Sn ഈക്വൽ ടു ഡെൽറ്റ റേസ് ടു 7 Sn ഈക്വൽ ടു എക്സെട്ര ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. ഇത്രയും കാര്യം ഓക്കെ ഇല്ലേ. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്തത്, ടേബിള് കൺസ്ട്രക്ട് ചെയ്യാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു, കണ്ടെടുത്ത് വന്നു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒന്നാമത്തെ സാധന എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, S1 ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ S1 എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ n ഈക്വൽ ടു എന്ത് കൊടുക്കേണ്ടി വരും, സോറി ഇവിടെ എന്തൊക്കെ എഴുതിച്ചിരിക്കണേ, n ഈക്വൽ ടു 1 കൊടുക്കാം. അപ്പോ n ഈക്വൽ ടു 1 കൊടുക്കുന്ന സമയത്ത് Sn എന്ന് പറയുന്ന ആൾ എന്തായിട്ട് മാറും, S1 ആയിട്ട് മാറും. അതെന്ന് പറഞ്ഞ ആൾ ആരായിട്ട് മാറും, 1 ക്യൂബ്, അതായത് എന്താണ് 1. ഡെൽറ്റ Sn എന്ന് പറയുന്ന ആൾ നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്, n പ്ലസ് 1 ഹോൾ ക്യൂബ് ആണ്. അപ്പൊ അതെന്തായിട്ട് മാറും, 1 പ്ലസ് 1 ഹോൾ ക്യൂബ് 2 ക്യൂബ്, അതെന്തായിട്ട് മാറും, 8 ആയിട്ട് മാറും. ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത് S1, ഓക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ S1. ഇതെന്താണ്, ഡെൽറ്റ S1. ഇനി ഡെൽറ്റ സ്ക്വയർ Sn എന്ന് പറയുന്ന ആൾ എന്തായിട്ട് മാറും, ഡെൽറ്റ സ്ക്വയർ S1 ആയിട്ട് മാറും. ഡെൽറ്റ സ്ക്വയർ എന്തായിരുന്നു, 3n സ്ക്വയർ പ്ലസ് 9n പ്ലസ് 7. അതിന് സംഭവിക്കും 3 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു 1 പ്ലസ് 7. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 9 പ്ലസ് 7. എത്ര കിട്ടുക, 19 അല്ലേ. ഇനി അടുത്ത് എന്താ വേണ്ടത്, ഡെൽറ്റ ക്യൂബ് Sn എന്തായിട്ട് മാറും, ഡെൽറ്റ ക്യൂബ് S1 ആയിട്ട് മാറും. ഡെൽറ്റ ക്യൂബ് എന്തായിരുന്നു, 6n പ്ലസ് 12 ആണ്. അപ്പോൾ 6n പ്ലസ് 12 എന്ന് പറയുന്നത് 6 ഇൻറ്റു 1 പ്ലസ് 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 18 ആയിട്ട് മാറും. ഇനി ഡെൽറ്റ റേസ് ടു 4 Sn എന്തായിട്ട് മാറും, ഡെൽറ്റ റേസ് ടു 4 S1 ആയിട്ട് മാറും. അതെന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, 6 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഡെൽറ്റ റേസ് ടു 5 ഉള്ള ആൾക്കാരൊക്കെ എന്താണ്, 0 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല, എഴുതുന്നില്ല. ഓക്കെ ഇല്ലേ. ഇനി നമ്മൾ അടുത്ത പ്രശ്നം എന്താ, P എന്ന് പറയുന്ന ആളാരാന്ന് അറിയണം. അപ്പൊ ഇനി P നെ എങ്ങനെ കണ്ടുപിടിക്കുക, P ഈക്വൽ ടു
എക്സ് മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എച്ച്. ഇവിടെ എച്ച് എത്രയാ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. എസ് എൻ ഈക്വൽ ടു 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എൻ ക്യൂബ് ആണ്. അപ്പോൾ S1 എന്ന് പറഞ്ഞ ബേസിക്കലി എന്താണ്? S of 1 ആണ്. അത് നമുക്ക് എന്ത് കിട്ടും? 1 ക്യൂബ് എന്ന് പറഞ്ഞ് കിട്ടും. അടുത്ത എന്താണ്? നമ്മൾ S2 ആണ് കാണുക. S2 എന്ന് പറഞ്ഞാൽ എന്താണ്? S of 2 ആണ്. നമുക്ക് എന്ത് കിട്ടും? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ എക്സിൽ നമ്മുടെ ഡിഫറൻസ് എത്രയാ? ആദ്യത്തെ ഒന്ന് എന്താണ്? S1, S2, S3, S4. അപ്പൊ അവരെ ഇന്റർവെൽ എത്രയാണ് വരുന്നത്? ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ H എന്ന് പറയുന്ന ആളാരാണ്? 1 ആണ്. ശരിയല്ലേ? ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടുപിടിക്കുന്ന എന്തിന്റെയാണ്? Sn എന്ന് പറയുന്ന ആളുടെയാണ്. ആർബിട്രറി വാല്യൂ ആണ്. അപ്പൊ നമ്മുടെ എക്സ് എന്ന് പറയുന്ന ആൾ ഇവിടെ ആരാണ്? n ആണ്. എക്സ് നോട്ട് എന്ന് പറയുന്ന ആൾ ആരാണ്? ആദ്യം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂ അതേതാണ്? S1 ആണ്, അതായത് 1 ആണ്. ശരിയായില്ലേ? അപ്പൊ ഇതൊക്കെ കൂടുതലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എക്സിന് പകരം ഇപ്പൊ ആരാണുള്ളത്? n ആണുള്ളത്. എക്സ് നോട്ടിന് പകരം ആരാളുള്ളത്? 1 ആണുള്ളത്. എച്ചിന് പകരം ആരാളുള്ളത്? 1 ആണുള്ളത്. അപ്പൊ പി എന്ന് പറഞ്ഞപ്പോ ആരാ? n മൈനസ് 1. ഇനി ഇതെല്ലാം കൂടി എടുത്ത് അവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുലയിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദെൻ y ഓഫ് n ഈക്വൽ ടു എന്താ കിട്ടുക? 1 പ്ലസ് പി എന്ന് പറയുമ്പോൾ n മൈനസ് 1 ഇൻറ്റു ഡെൽറ്റ. അത് ആദ്യത്തെ ടേം, അതായത് 8 കിട്ടും. രണ്ടാമത്തെ എന്ത് കിട്ടും? n മൈനസ് പി ഇൻറ്റു പി മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു രണ്ടാമത് 8 കഴിഞ്ഞ ശേഷം നമ്മുടെ അടുത്ത് കണ്ടുപിടിച്ചിരിക്കുന്നത് ഏതാണ്? ഡെൽറ്റ സ്ക്വയർ ഏതാണ്? 19 അല്ലേ? പ്ലസ് അടുത്തെന്താണ്? പി ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു പി മൈനസ് 2 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 6. ഇനി അടുത്തേതാണ്? ഡെൽറ്റ ക്യൂബ് S1. അത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്? 18 പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1 പി മൈനസ് 2 പി മൈനസ് 3 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 24 ഇൻറ്റു എത്ര നമുക്ക് കിട്ടിയേക്കണം? അടുത്ത് ഡെൽറ്റ റൈസ് ടു 4s1 6. പിന്നെ ടേം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താ? എല്ലാം ഡെൽറ്റ ടു ദ പവർ 5 തൊട്ട് എല്ലാവരും എന്താ തന്നെയാണ്? 0 ആണ്. അപ്പൊ ഇനി ഇത് എന്ത് ചെയ്യാം? ഒന്നുകൂടി ഒന്ന് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് നോക്കാം. അത്ര വലിയ ഭംഗിയൊന്നും അറേഞ്ച് ചെയ്യാനില്ല. 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 8 പ്ലസ് n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 19 പ്ലസ് n മൈനസ് 1 into n minus 2 into n minus 3 divided by 6 into 18 plus n minus 1 n minus 2 n minus 3 n minus 4 divided by 24 into 6. ശരിയായില്ലേ? ഇനി ഇതിനൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? നമ്മുടെ പ്രോബ്ലം ഫിനിഷ് ചെയ്തു. ഓക്കെ. അപ്പം അതിനൊന്ന് ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കും. ഇതിനെ സോൾവ് ചെയ്യാണ്. ഓരോരോ സ്റ്റെപ്പായിട്ട് ചെറുതാക്കി ചെയ്യാം. അപ്പം അടുത്തത് കിട്ടാൻ പോകുന്നത് 1 plus 8n minus 8 plus n square 2 3 minus 3n plus 1 into 2 into 19 by 2 plus n square minus 3n plus 2 into n minus 3
that is equal to n cube minus 6n square plus 11n minus 6 6 18 6 3 18 so into 3 plus n cube minus 6n square plus 11n minus 6 into n minus 4 that is equal to n raised to 4 minus 10n cube plus 35n square minus 50n plus 24 into ഇവിടെ 6 ഉണ്ട് സോറി ഇവിടെ 6 into 24 6 4 24 അപ്പോൾ ബാക്കി ഡിവൈഡഡ് ബൈ 4. ഇനി അടുത്ത സ്റ്റെപ്പിനകത്ത് ഞാനിതിനെ ഓർഗനൈസ് ചെയ്തായിരുന്നു. ആദ്യം n raised to 4നെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ബാക്കി എന്താ വരിക? അതിൻ്റെ കോഷ്യന്റ് 1/4 വരുന്നു. പ്ലസ് അടുത്ത് ഞാൻ n ക്യൂബിനെ പുറത്തേക്ക് എടുക്കുന്നു. n ക്യൂബിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? മൈനസ് 10/4 കിട്ടും. ഇനി n ക്യൂബ് വരുന്ന ടേം നോക്കി ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു n ക്യൂബ് വരുന്നുണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടും? പ്ലസ് 3 കിട്ടും. അടുത്ത് ഞാൻ n സ്ക്വയർ ടേമിനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 35/4 കിട്ടും. ഇവിടെ വരുമ്പോൾ എന്താണ്? ഇവിടെ മൈനസ് 6 ആണുള്ളത് ഇൻറ്റു 3 അപ്പം മൈനസ് 18 നമുക്ക് കിട്ടും. അവിടെ ഇങ്ങോട്ട് തന്നില്ല. ഇനി ഇപ്പുറത്തും വരുന്നുണ്ട് ആരുടെ ടേം? n സ്ക്വയർ ടേം വരുന്നുണ്ട്. ഇവിടെ 1 ആണ്, ഇവിടെ 19/2 അപ്പോൾ ഇവിടെ പ്ലസ് 19/2 ഇവിടെ വരും. ഇനി n സ്ക്വയറിന്റെ ടേം ഇല്ല, സ്റ്റോപ്പ് ചെയ്തു. ഇനി അടുത്ത ആരുടെ ടേമാണ് എടുക്കേണ്ടത്? n-ന്റെ ടേമാണ് എടുക്കേണ്ടത്. ഇവിടെ എത്ര കിട്ടണേ? മൈനസ് 50/4 കിട്ടും. ഇനി ഇവിടെ n 11, ഇവിടെ 3 അപ്പോൾ 11 × 3 33. അത് കഴിഞ്ഞ് ഇവിടെ എത്രയാണ്? മൈനസ് 3 ഇവിടെ 19/2 ഇവിടെ മൈനസ് കൊടുത്താൽ മതി. മൈനസ് 3 × 19 ഡിവൈഡഡ് ബൈ 2. ഇനി ഇവിടെ വരുമ്പോൾ n-ന്റെ ടേം പ്ലസ് 8 ആണ് വരുന്നത്. ഇനി കോൺസ്റ്റന്റ് ടേമാണ് ഇനി അടുത്ത ആവശ്യമുള്ളത്. ഇവിടെ എന്താണ്? 24/4 അതായത് 6. ഇവിടെ മൈനസ് 6 3 6 3 18. ഇവിടെ 2 × 19/2 അപ്പോൾ പ്ലസ് 19. ഇവിടെ മൈനസ് 8, ഇവിടെ പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു n to the power 4 divided by 4 plus 3 minus 10/4. 3 minus 10/4 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2/4 ആണ് നമുക്ക് അവിടെ കിട്ടുക, അതായത് 1/2. അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. പ്ലസ് അടുത്ത ഏതാണ്? n എടുത്തു. ഇത് n-ന്റെ കേസ് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1/4. സോറി ഇത് n ക്യൂബ് അല്ലേ? n⁴ കഴിഞ്ഞാൽ n ക്യൂബ് കഴിഞ്ഞാൽ n സ്ക്വയർ, അത് കഴിഞ്ഞാൽ n-ന്റെ ടേം എല്ലാം കൂടി ചെയ്തു വരുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നത്. ഇതൊക്കെ കൂടി ചെയ്യുമ്പോൾ പിന്നെ ലാസ്റ്റത്തെ ടേം കോൺസ്റ്റന്റുകളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 കിട്ടും. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഭംഗിയായിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ n⁴ divided by 4 പ്ലസ് ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2 കിട്ടും. അപ്പോൾ n³/2 കിട്ടും പ്ലസ് n²/4 കിട്ടും. ബാക്കിയെല്ലാം 0 ആയതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ബോധർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇതാണ് നമ്മുടെ സൊല്യൂഷൻ കിട്ടുന്നത്. അതിന് വേണമെങ്കിൽ ഭംഗിയായിട്ട് ഇങ്ങനെ എഴുതാം: n × n + 1 all divided by 2 all to the power